ഹലോ ഒരുവൻ വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ. അയ്യോ ഒന്ന് ഓടിക്കറിച്ച് വന്നിരിക്കുക. 8:40 ഷോയ്ക്ക് നമ്മൾക്ക് കാന്താര കാണാനുണ്ട്. ഇപ്പം സമയം 8:42. 10 മിനിറ്റ് പരസ്യം ഉണ്ടാകുന്ന പ്രമാണിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ എന്തോ കാന്താര കാണാൻ വന്നതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാനേ പറ്റില്ല. എൻ്റെ കൊതുക് കുത്തണം, കൊതുക് കുത്തിപ്പോണ്ട് നടക്കണ് ഒരു രക്ഷയില്ല. ഓടമാസം നീട്ടിട്ടൊന്നും കൊതുക് കുത്തി നിർത്തണമെന്നില്ല. ഭയങ്കരമായിട്ട് കൊതുക് കുത്തണം. എന്തിനാണോ എന്ത് ദൈവമേ, എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റപ്പോഴും എണീക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ പോകണമെന്നുള്ള വാശിപ്പുറത്ത് എന്താ പറയുക, കണ്ടേ തീരുന്നുള്ള വാശിപ്പുറത്ത് ഞാൻ കയറി എണീറ്റ് റെഡിയായി പോകുന്നതാണ്. എന്താകുമെന്ന് അറിയാൻ മേല. എന്തായാലും 8:45 ആകുന്നുണ്ട്. ഇപ്പം നമുക്കൊന്ന് ചെന്ന് ടിക്കറ്റ് എടുത്ത് ഒക്കെ വരാം. അയ്യോ, നോൺ വെജ് ഒന്നും കഴിച്ചിട്ടൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അത് കാരണം ഒരു സാധനം കഴിച്ചിട്ടില്ല. കുളിച്ച് റെഡിയായി ഇങ്ങോട്ട് പോകുന്നതാണ്. എന്താകുമെന്ന് അറിയാൻ മേല. എന്തായാലും നമുക്ക് ചെന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ കാന്താര കണ്ട് ഞാൻ ജീവനോട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അയ്യോ, എന്തൊക്കെ പുകിലായിരുന്നു. ഞാൻ ജീവനോട് തിരിച്ചു വരുമെന്ന് അറിയാൻ മേലെ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ മിത്തുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ഇവർ നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് പോകരുത്, ഭയങ്കര ഫ്രഷായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞ റീസൺ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഓവർ എന്താ പറയുക, ഒരു ഭക്തി പോലത്തെ ഒരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആകുന്നത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു അവരങ്ങനെ. ഇനി അവരുടെ ഒഫീഷ്യൽ ഭാഗത്ത് നിന്ന് പറഞ്ഞോണോ ഇങ്ങനെ റൂമർ വരയ്ക്കാൻ കാരണം അങ്ങനെയാണോ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ആ ഒരു ഇതുണ്ട്, ഇതുണ്ട് കേട്ടോ. ഭക്തിയുടേതായൊരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ പണ്ട് ദൈവപടങ്ങളെ കാണുന്ന പോലത്തെ രീതിക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് അതിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് ഋഷഭ് ഷെട്ടി, റിട്ടേൺ ഡയറക്റ്റ് ബൈ ഋഷഭ് ഷെട്ടി. എൻ്റെ പൊന്നാണ്ണ നാമിച്ച് നിങ്ങൾ എന്തോന്നാണ് അങ്ങേരുടെ കാര്യം എടുത്ത് പറയേണ്ട സാധനം, എടുത്ത് പറയേണ്ട സാധനം. അങ്ങേര് വേറെ ലെവലറ്റ് പീക്ക്. അങ്ങേരുടെ അഭിനയം ഒന്നും പറയാനില്ല. അങ്ങേര് എനിക്ക് തോന്നുന്നു അങ്ങേര് മരണത്തെ വരെ മുന്നിൽ കാണുമെന്ന് പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം പുള്ളി ആ മരണത്തെ വരെ അത്രയും മുന്നിൽ കാണുന്നു. നിങ്ങൾക്ക് ആ ഓരോ സീൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആ മരണം മുന്നിൽ കിടന്ന് പുള്ളി പറയുന്നത് അതിന് മാത്രം കാര്യമുണ്ട്. അതുപോലെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ആ സാധനം. പിന്നെ ഓവറോൾ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം കണ്ടതിൻ്റെ ആ ഒരു ഫീലോ കാര്യങ്ങളില്ല. ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട കാന്താരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഒരു പടം കണ്ടതിൻ്റെ ഒരു ഗൂസ് പമ്പ് ഫീലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പുള്ളി എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ രാജ്ബി ഷെട്ടിയുടെ അഭിനയവും കാര്യങ്ങളും അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. പിന്നെ ജയറാമേട്ടനുണ്ട്, പിന്നെ 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു ലേഡി ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്, ഗൂഗിൾ മാപ്പിൽ രുക്മിണി വസന്ത് എന്ന് പറയുന്ന ഒരു ലേഡി ആക്ടറുണ്ട്. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത വേഷം അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ആപ്റ്റാണ് വേഷമാണ്. പിന്നെ ജയറാമേട്ടൻ, സീരിയസ്ലി പറഞ്ഞാൽ ജയറാമേട്ടനെ കൊണ്ടുപോയിട്ട് നിങ്ങളെന്തോ ചുമ്മാ എന്തിനാണെന്തോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ജയറാമേട്ടൻ ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ വെച്ചിരിക്കുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഇതില്ല, പുള്ളിക്ക് വലിയ റോളും ഇല്ല. അവിടെ പുള്ളിയുടേതായിട്ടൊന്നും പറയാനായിട്ട് ഒരു സാധനവും ഇല്ല, അതിനകത്ത് ഒന്നുമില്ല. അങ്ങനെ ജയറാമേട്ടൻ ഒന്നുമില്ല വലുതായിട്ട്. ചുമ്മാ ഒരു ക്യാരക്ടർ ഉണ്ട് കൊണ്ടുവച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ലാണ്ട് വലിയൊരു ഗൂസ്പമ്പിലെ ഒരു സാധനം എനിക്ക് ജയറാമേട്ടൻ്റെ കയ്യിൽ നിന്നൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ജയറാമേട്ടൻ്റെ ആക്ടിങ് സ്കിൽസോ അല്ലാണ്ട് പണ്ട് അഭിനയിച്ച രീതിയിലോ അങ്ങനെ ഒരു തേങ്ങ അതിനകത്ത് ഞാൻ കണ്ടില്ല. എന്തിനാണ് പുള്ളിക്കാരൻ ഇത് പടത്തിലൊക്കെ പോയി നിൽക്കുന്നത്? ഒരാവശ്യം നിങ്ങൾക്ക് വേറെ ഒരു നല്ല പടം ചെയ്തുകൂടെ? ഗുൽഷൻ ദേവഹ്യ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളി ചെയ്തിട്ട് ക്യാരക്ടർ കൊള്ളാൻ കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ വേഷമാണ്, അത് നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്ത വേഷം പുള്ളി ആ ക്യാരക്ടറിന് ആപ്റ്റായ രീതിക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മളെയൊക്കെ പോലത്തെ ഒരു അലസനായ ഒരു രാജാവിൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്ത് പുള്ളി അത് കറക്റ്റായിട്ട് ചെയ്ത് നല്ല രീതിക്ക് അഭിനയിച്ചും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ BGM കാര്യങ്ങളും പറയുന്നത്, ഓരോരോ BGM പഴയ BGM ആയിട്ട് ഇപ്പോൾ പഴയ BGM തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അല്ലാണ്ട് ചെറിയ 1-2 സാധനങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഓരോ 1-2 പാട്ടുകൾ നല്ല കിടിലനായിട്ട് വരുന്നുണ്ട്. അല്ലാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്വൽ മേക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ തിയേറ്റർ, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. അല്ലാണ്ട് നിങ്ങൾ നോർമൽ OTT കണ്ടെങ്കിൽ സൂചിക്കത്തില്ല. എന്ന് വെച്ചാൽ തിയേറ്ററിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി ഇരുന്നാലും മാത്രമേ അത് സൂചിക്കത്തുള്ളൂ. അതിന് മാത്രം ഉള്ളതുണ്ട് അതിനകത്ത്. അങ്ങനെ കാണാനുള്ള സാധനം ഉണ്ട്. അങ്ങനെ സാധനമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, പല സീൻസുകളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നും അങ്ങനെ ഇത് കാണണം. അതൊക്കെ റോം എഡിറ്റ് നിൽക്കില്ലെങ്കിലും വിഷ്വലി കണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൊരിതുണ്ട്. അല്ലാണ്ട് വലിയൊരു ഗൂസ്പം ലെവൽ ഒരു റോം എഡിറ്റിക്ക രീതിക്കുള്ള ഇതൊന്നും ഇല്ല. പുള്ളിയുടെ അഭിനയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിനയത്തിൽ പുള്ളിക്കാരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് പറയാനാണെന്നുണ്ടെങ്കിൽ
ഒരു തൃപ്തി വരുന്നില്ല പടം കണ്ടതിൻ്റെ ഓരോരു ഇത്. നമുക്ക് പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും സാധാരണ ഞാൻ കിട്ടില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിനെ കാണിച്ചുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും പക്ഷേ ഉണ്ട് കേട്ടോ, ചില സീൻസ് ഉണ്ട് അത്രയും ഇതായിട്ട് നന്നായിട്ട് ഇരുന്ന ചില 1-2 സീൻസൊക്കെ ഉണ്ട് ഈ ഡിവോഷണൽ പരമായിട്ട് കാണിക്കുന്നത്, അതായത് ഭക്തിയുടെ ഇതായിട്ട് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എക്ലാസ് സാധനമാണ്. ആ BGM കൂടി വരുമ്പോഴത്തേക്കും വേറെ ലെവലാകും. പിന്നെ ഒന്നും പറയാനായിട്ട് കിട്ടുന്നില്ല സീരിയസ്ലി പറഞ്ഞാൽ. എനിക്ക് പടം കണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പടം കണ്ടിട്ട് ഇറങ്ങേണ്ട തോന്നുന്നേ ഇല്ല. നമ്മൾ സാധാരണ പടം കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് നമുക്ക് അതിൻ്റെതായൊരു ഫീൽ ഉണ്ടാകും, അതിൻ്റെതായൊരു ഗൂസ്പം ലെവൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളാണ്. അതിന് ഇതിനകത്ത് പറയാനായിട്ടുള്ള പറയുന്ന സീൻസുകൾ കുറച്ച് മാത്രമല്ല. ഞാൻ പറയല്ലേ, പുള്ളി അഭിനയിച്ച് വെച്ചിരിക്കുന്നതും വിഷ്വലി കാണിച്ചിരിക്കുന്നതും ഈ ഭക്തിയായിട്ട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വെൽ ലെവലായിട്ടെന്ന് പറയാനായിട്ട്. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. 3 ടൈപ്പ് കാറ്റഗറീസ് ചെയ്ത് ആൾക്കാരെ ഓരോരോ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഇത് പടം മോശമാണെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മോശമാണെന്ന് നേരത്തെ, നല്ലതാണെന്ന് വെച്ചാൽ നല്ലതെന്ന് വെച്ചാൽ ഒരു പടം ഇതിൻ്റെ ചരിത്രം കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചൊരു പടം, എന്നാൽ നല്ല രീതിക്ക് എടുത്തു വെച്ചിരിക്കുന്ന പടം, നല്ല വിഷ്വൽ ബ്യൂട്ടി, നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ലൊരു നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വെച്ച് കാണാൻ പറ്റിയൊരു പടം എന്ന രീതിക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് രാജ്ബി ഷെട്ടി എടുത്തു വെച്ചിരിക്കുന്ന പടം. ഇതിനകത്ത് എന്തായാലും ആരും പോയിട്ട് മരിക്കുകയും പിടിക്കുന്നതൊന്നും ഇല്ല, ആർക്കൊന്നും പറ്റിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നുണ്ട് പലരും മരിക്കാൻ കാരണമായത് അതുപോലത്തെ സീൻസ് ഇറക്കുന്നത് പലതും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കണം പലരും അങ്ങനെ ആക്സിഡൻ്റൊക്കെ വന്ന് മരിച്ചു പോയിട്ടുള്ള സീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതുപോലെ ഇതായിട്ടുണ്ട്. വേറൊരു മിത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഈ പടം. അല്ലാണ്ട് പറയാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. നിങ്ങൾ പോയി കണ്ടു നോക്ക്. നിങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങളെ കൊണ്ടൊന്ന് കമൻറ്റ് ബോക്സിൽ പറയും. ഞാൻ പറയുന്നത് OTT ഇറങ്ങി കാണാൻ നിൽക്കരുത്. OTTയിൽ കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ തന്നെ പോകണം. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പടം വേറെ റേഞ്ചിൽ പോകും, നല്ല കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് എൻ്റർടൈൻമെൻറ്റിലേക്ക് പടം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും പോയി കണ്ടു നോക്കുക. ഞാൻ പടം മോശമാണെന്ന് ഞാൻ പറയുന്നത്, പടം കൊള്ളാം. എടുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ചരിത്രം കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പറയുന്നത് ഇനിയും എന്തോ അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ ചരിത്രം കാണിക്കണമല്ലോ. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് പഴയ കാലഘട്ടത്തിൻ്റെ ഒരു പടമാണ്. അപ്പം അതിനകത്ത് കുറേ സീനൊക്കെ ഉണ്ട്, വലിയ കാര്യം ഇതിനകത്ത് കുറേ സീനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കൊള്ളാം, അത്രയൊക്കെ ഉള്ളു. ഈ വലുതായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ടൊന്നും ഇല്ലെന്നേ, പടം കണ്ട ഫീലില്ല. നിങ്ങളും പോയി കണ്ടു നോക്കുക, കണ്ടുപോയിട്ട് അഭിപ്രായം പറ. ഞാൻ എപ്പോഴും പറഞ്ഞ് എൻ്റർടൈൻമെൻറ്റുള്ളൂ, പോയി കണ്ടു നോക്കുക. അപ്പം കുഞ്ഞു റിവ്യൂ ആണ്. ഓക്കെ, സുല, ബൈ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.